ഹായ് ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരുടെ ലൈഫിലും ഈ വർഷം സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് നമ്മൾ ഡേ ഔട്ടാട്ടോ. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണേ, നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും കൂടെ തലേ ദിവസം നമ്മുടെ ഉണ്ണിച്ചേട്ടനുണ്ട്. ഉണ്ണിച്ചേട്ടൻ ഞാൻ കാണിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ എല്ലാം സെലിബ്രേറ്റ് ചെയ്ത് പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ച് ടൈമായി. ആ സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും എഴുന്നേറ്റുള്ളൂ. അപ്പോൾ വിചാരിച്ചു നമുക്കൊന്ന് പുറത്ത് പോയി കഴിക്കാമെന്ന്. ആലുവയിലാട്ടോ ഇവരുടെ എല്ലാം വീട്. അപ്പോൾ നമ്മളെല്ലാവരും തലേ ദിവസം ഇവിടെ എത്തി, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ആലുവയിലുള്ള പെരിയാർ എന്നൊരു ഹോട്ടലുണ്ട്. അവിടെ പോയി കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ട് പോവാട്ടോ. ഇതാണ് ആ ഹോട്ടൽ. ഇത് നമ്മുടെ എമിലാട്ടോ, എൻ്റെ ഒരു ബ്രദറാണ്. എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് വീഡിയോ എടുക്കാനൊക്കെ. കൂടി കൂളായിട്ടുള്ളൊരു മനുഷ്യനാണ്, ഭയങ്കര കൂളായിട്ടുള്ളൊരു പയ്യനാണ്. അവനെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോട്ടല്. നല്ല രസമാണ് കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടേക്ക്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അതേ നമ്മൾ ഈ പുറത്തിരുന്ന് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. പുറത്തിരുന്ന് കഴിക്കുമ്പോൾ കാറ്റൊക്കെ ഉണ്ട്, നല്ലപോലെ കാറ്റൊക്കെ കൊണ്ട് കഴിക്കാം. അകത്തിരുന്ന് കഴിക്കാം, രണ്ടും നല്ല വൈബാണ്. അപ്പോൾ ഇവിടെ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അദ്ദേഹമാണ് ഉണ്ണിച്ചേട്ടൻ. അപ്പുറത്തിരിക്കുന്ന ബാലുചേട്ടൻ്റെ മോൻ, നമ്മുടെ ചിന്നനുണ്ട്, അനുവേട്ടനുണ്ട്. ഇത് ബാലുചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. ഇത് നമ്മുടെ ടൈമിൽ. ഓക്കെ, അപ്പോൾ അതേണ്ട കായൽ സൈഡാണ് ഈ ഹോട്ടൽ. കായൽ സൈഡിൽ ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. രാത്രി ആയിരിക്കും കുറച്ചുകൂടെ ഭംഗി കാണാൻ. ഇവിടെ കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് ഇവിടെ ഇരുന്ന് ഡിന്നർ കഴിക്കാനൊക്കെ, അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, അത് കണ്ടപ്പോൾ ഒരു നല്ല ഭംഗി തോന്നിയോണ്ട് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഹോട്ടൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ അകത്തൊന്നും കയറി വീഡിയോ എടുത്തില്ല, പുറത്താണ് എടുത്ത്. അകത്തോട്ട് കയറിയില്ല, അതുകൊണ്ടൊന്നും എടുക്കാൻ കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടാണ് പോകണേ. വന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ടിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വന്നിരുന്നൊന്ന് സെറ്റായിട്ട് ഈ വീഡിയോ എടുക്കുകയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഇരുന്നെല്ലാം ഫുഡ് കഴിക്കാം. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചൊക്കെ നടത്താൻ നല്ല രസമായിരിക്കും കേട്ടോ. എനിക്ക് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള പറ്റിയൊരു നല്ല ഒരു വൈബുള്ളൊരു സ്ഥലം പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുക്കാം. എനിക്ക് ഈ വീഡിയോ എടുത്തു തരുന്നത് എമ്മിലാട്ടോ. എമ്മിൽ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഈ വീഡിയോ എടുക്കാനൊക്കെ. ഞാൻ ഓൾറെഡി ലഞ്ച് കഴിച്ചിട്ടാട്ടോ വന്നത്. എനിക്ക് അമ്മ ലഞ്ച് തന്നു, ഉണ്ണിച്ചേട്ടൻ്റെ അമ്മ എനിക്ക് വീട്ടിൽ നിന്ന് ലഞ്ച് തന്നായിരുന്നു. അപ്പം ഞാൻ കഴിച്ചു. ഇവരൊക്കെ ഓൾറെഡി ലേറ്റായി എഴുന്നേക്കാൻ, അതുകൊണ്ട് ഇവർക്ക് ആർക്കും ലഞ്ച് കിട്ടിയില്ല, തീർന്നുപോയി. അപ്പോൾ ബാക്കി നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങി. അപ്പം ഞാനും കൂടെ ചാടി, ഞാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. ഇതാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ, അത് ബാലുചേട്ടൻ, ഇത് ചിന്നൻ, ഇതെൻ്റെ അനുവേട്ടൻ. ഇവരാരും കഴിച്ചിട്ടില്ലായിരുന്നു. അജുകുട്ടൻ ഇന്ന് ഭയങ്കര ടയേർഡാണ്. പുള്ളിക്ക് ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടി കാണിച്ചു. പിന്നെ കളിക്ക് മാത്രം ഒരു കുറവില്ല, അവൻ എവിടെ പോയാലും ഇങ്ങനെ കളിച്ചുകൊണ്ട് കിടക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് അത് പിള്ളേരെയൊക്കെ കണ്ടുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പുള്ളി ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊരു ചെറിയ ക്ഷീണവും പിന്നെ വഴക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡ് ഞാൻ കഴിച്ചില്ല, ഞാൻ ഓൾറെഡി കഴിച്ചുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഇവരെല്ലാം പറഞ്ഞു നല്ല ഫുഡായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പായസം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. പായസം ചോറിൻ്റെ കൂടെ, മീൽസിൻ്റെ കൂടെ പായസം ഉണ്ടാവുമല്ലോ, പായസം കുടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആച്ചുകുട്ടന് വെയിലായതുകൊണ്ട് ഓടിക്കളിക്കാനൊന്നും പറ്റാത്തതിൻ്റെ ഒരു വിഷമം കൊണ്ട് നിൽക്കുക കേട്ടോ. എന്നാലും പുള്ളി ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫുഡ് വന്നു. ബീഫുണ്ട്, ചിക്കനുണ്ട്, എല്ലാം ഉണ്ട്. പൊറോട്ട, ചോറ്, ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇവരെല്ലാം കഴിച്ചു. ഇതിൻ്റെ കഴിക്കുന്ന ഡീറ്റെയിൽ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി ഫ്രഷായി സിനിമയ്ക്ക് പോവാം എന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാനും എമ്മിലും ഫസ്റ്റ് എത്തി കേട്ടോ. ബാക്കി എല്ലാവരും പുറകെ വരുന്നുണ്ട്. ഞങ്ങൾ ആദ്യം പോയി ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്നിട്ടും കൂടി ചാടിക്കറി വന്നു. ഇവനെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. എന്താവശ്യത്തിന് ഞാൻ എപ്പോൾ വിളിച്ചാലും ഓടി വരുന്ന പയ്യനാട്ടോ. ഓക്കെ, അപ്പം ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുക്കും. ചിന്നനുണ്ട്, ഇത് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ മോനാണ്, ഉണ്ണിച്ചേട്ടൻ്റെ ചേച്ചിയുണ്ട്.
അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു, സിനിമയ്ക്ക് കയറുക. എനിക്ക് മാർക്കോ കാണണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷേ അനുവേട്ടൻ മാർക്കോ കണ്ടിട്ട് പറഞ്ഞു ഭയങ്കര വയലൻസ് ആണ്, മോനെയും കൊണ്ടൊന്നും പോയി കാണാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നുണ്ട്, റിവ്യൂ പറയുന്നുണ്ട് കുട്ടികളെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനും കണ്ടില്ല. ഇനി നോക്കാം, നമുക്ക് OTT വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ചു. എന്നാലും എനിക്കിത് കാണാനും വലിയ വിഷമാട്ടോ. അത്രയും വലിയ വയലൻസ് ഒന്നും കാണാനുള്ള മനസ്സെനിക്കില്ല. ഇതിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഐഫിൽ ക്ലബ്ബാണ്. അത് കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റുന്ന മൂവിയാന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നന്നായിട്ടുണ്ട്. എനിക്കല്ലെങ്കിൽ ഇങ്ങനത്തെ നല്ല മാസ് മൂവികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, എല്ലാ മൂവീസും ഇഷ്ടമാണ് കേട്ടോ. ഇത് എൻജോയ് ചെയ്തു, വലിയ ബോറില്ല, നമ്മൾ കണ്ടിറങ്ങി. ഇതിന് ശേഷം നമ്മളിനി ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ വ്ലോഗ് അവസാനിപ്പിക്കും. എല്ലാവരുമായിട്ട് ഇങ്ങനൊരു ദിവസം നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യും. എല്ലാ മാസവും പറ്റിയില്ലെങ്കിലും ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ എല്ലാവരെയും കണ്ടുമുട്ടാറുണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട്. ഇങ്ങനെ ഒരടിച്ചുപൊളി എല്ലാവർക്കും ഉണ്ട്. എല്ലാവരുടെ ലൈഫിലും അത് അത്യാവശ്യമാണല്ലോ. ഒരു ദിവസം നമ്മൾ എല്ലാ തിരക്കിൽ നിന്നും മാറ്റി വെച്ച് ഒരു ദിവസം ഇങ്ങനെ എല്ലാവരും പ്ലാൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഈ വർഷം എല്ലാവരും സന്തോഷമായിട്ട് പോട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗായിട്ട് കാണാം. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.